ഇന്നത്തെ ദിവസം അല്ല, ശരിക്കും ഇന്നലെ രാത്രിയിലത്തെ ദിവസം മുതൽ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. മഹാഗുരുവായിട്ടുള്ള TCG സാറിനെ ശരിക്കും ഒന്ന് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ. കാരണം നമ്മുടെ എല്ലാം എല്ലാം അദ്ദേഹമാണ്. അങ്ങനെ പറയുമ്പോഴും കേരളത്തിലേക്ക് RCM കൊണ്ടുവന്ന ഗോകുമാർ സാറ്, അതുപോലെ നമ്മുടെ ത്രിമൂർത്തികളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഞാൻ കാണുന്ന 3 പേരുണ്ട്. അതില് മൂർത്തി സാറ് ഒരു മൂർത്തി, അതാണെങ്കിൽ രണ്ടാമത്തെ മൂർത്തിയാണ് ഇപ്പൊ സംസാരിച്ച സുജിത് സാറ്. മൂന്നാമത്തെ മൂർത്തിയാണ് എന്റെ മുന്നിലുള്ള ഹേമന്ത് സാറ്. അവരെയൊക്കെ നന്ദി എന്ന് പറയുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കാരണം അവരൊക്കെയാണ് സത്യത്തില് എന്റെ ലൈഫില് എല്ലാം എല്ലാമായിട്ടുള്ള ആൾക്കാർ. അതേപോലെ തന്നെ ലീഡേഴ്സ്, പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. സോ ആരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ എല്ലാ ലീഡേഴ്സും എല്ലാ RCM പ്രവർത്തകർക്കും സപ്പോർട്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശരിക്കും എന്റെ ഈ അച്ചീവ്മെന്റ്സിൽ രാവിലെ എന്നെ വിളിച്ചുണർത്തിയ രാജൻ സാറ്. സത്യത്തിൽ ഇന്നലെ താമസിച്ചാണ് കിടന്നത്. ആദ്യം എനിക്ക് കോള് വരുന്ന രാജൻ സാറിന്റെ കോളാ വരുന്നത്. പിന്നെ അങ്ങോട്ട് എല്ലാ ലീഡേഴ്സും ഓരോരുത്തരായിട്ട് എന്നെ വിളിച്ചു. ഞാൻ അറിയില്ലാത്ത ആൾക്കാർ പോലും സത്യത്തിൽ എന്നെ വിളിച്ചു എന്നുള്ളതാണ് സത്യം. RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലല്ലാതെ വേറെ ഇവിടെ കിട്ടുക. അപ്പം എല്ലാ ലീഡേഴ്സിനും ഞാൻ ഒരിക്കൽ കൂടി എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം, വരുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു എന്ന് സത്യത്തില് പറയുന്നത് വലിയൊരു പുതിയതായിട്ട് നിന്ന് കയറിയ പല ആൾക്കാർക്കും മോട്ടിവേഷൻ ആകാൻ സാധ്യതയുണ്ട്. RCM ജീവിതത്തിൽ എനിക്ക് എല്ലാം തന്നു. എന്താ പറയാ, വാക്കുകൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും മുതൽ വലിയ വലിയ സ്റ്റോറികളാണ് കിടക്കുന്നത്, ചെറിയ സ്റ്റോറി അല്ല. അപ്പൊ ഇവിടെ ഞാൻ നേടുന്ന എന്നതിലുപരി കുറെ ആൾക്കാര്, 7ഓളം സ്റ്റാർപ്പിന് മേളിലുള്ള അച്ചീവ്മെന്റ്സുകൾ എന്റെ ടീമിൽ വന്നിട്ടുണ്ട്. എന്റെ ജൂനിയേഴ്സ്, അവരും എന്റെ എല്ലാം എല്ലാമാണ്. അവരുടെയും എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ഗുരുക്കന്മാരുടെയും മുൻപിൽ എന്റെ ഈ അച്ചീവ്മെന്റ്സ് ഞാൻ സമർപ്പിക്കുകയാണ്. എമറാൾഡ് ചെറിയൊരു കാര്യമല്ല. ഞാൻ തീരുമാനമെടുത്തത് മട്ടന്നൂർ പ്രോഗ്രാമിൽ വെച്ചാണ്, ജനുവരിയിൽ തന്നെ എമറാൾഡ് ആകണമെന്ന്. ഞാൻ മൂർത്തി സാറിന്റെ ഒക്കെ പറഞ്ഞിരുന്നത് മാർച്ചിലാകാം സാറേ എന്നാണ് പറഞ്ഞത്. മട്ടന്നൂർ പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് എമറാൾഡുകാർക്ക് മാത്രമേ സംസാരിക്കാൻ, അതിന് മുകളിലുള്ളതൊക്കെ സംസാരിക്കാൻ അവസരമുള്ളൂ. എനിക്ക് തോന്നി ജനുവരിയിൽ തന്നെ എമറാൾഡ് ആകണം. അതിനുള്ള എല്ലാ പ്ലാനിങ്ങുകളും തയ്യാറാക്കി ജൂനിയേഴ്സിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളുമായിട്ട് ഫുൾ ടൈമായിട്ട് ഞാൻ ഫീൽഡിൽ ഇറങ്ങി. അത് തീർച്ചയായിട്ടും ആ കറക്റ്റായിട്ടുള്ള, സ്മൃതി സാർ പറയാറുള്ള കറക്റ്റായിട്ടുള്ള പ്ലാനിങ്, ആ പ്ലാനിങ് കറക്റ്റ് ആയാൽ വിജയം ഉറപ്പാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ആക്ഷനും കൂടെ വേണമെന്ന് മാത്രം. ഞാൻ 2016 തുടക്ക കാലഘട്ടത്തിലാണ് RCM ഫുൾ ടൈം ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുന്നത്. 2010 മുതൽ RCMനെ എനിക്കറിയാം. പക്ഷെ അന്നൊക്കെ പെട്ടെന്ന് വരുമാനം കിട്ടാത്ത ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് ഞാൻ RCMനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോഡക്റ്റുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ അതിന്റെ പ്രവർത്തനത്തിലേക്ക് വന്നില്ല. 2012 RCM പ്രവർത്തനത്തിലേക്ക് വന്നു. ആ പ്രവർത്തനത്തിൽ വന്നപ്പോൾ കുറച്ച് സാധനമൊക്കെ എടുത്ത് കുറെ ആൾക്കാർക്ക് കൊണ്ട് കടം കൊടുത്തു. ആ കടം കൊടുത്ത പൈസയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അന്ന് RCM നിർത്തി. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ചെയ്തു നോക്കി. പക്ഷെ അവിടെ എങ്ങും എനിക്ക് സക്സസ് ആകാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ഒരു വർഷം RCMന്റെ ആ ഒരു മോശം കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വീണ്ടും RCM ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കാണ് ഒരു വർഷത്തോളം കമ്പനി പൂട്ടി. വീണ്ടും ഞാൻ പല കാര്യങ്ങളിലേക്കും തിരിച്ചുപോയി. അവിടെ എങ്ങും സക്സസ് ആകാൻ പറ്റിയില്ല. പല നെറ്റ്വർക്ക് ചെയ്തു, പല ട്രഡീഷണൽ ബിസിനസ് ചെയ്തു. ഇതിലൊന്നും സക്സസ് ആകാൻ എനിക്ക് പറ്റാഞ്ഞപ്പോൾ വീണ്ടും ഞാനൊന്ന് റീതിങ്ക് ചെയ്തു. സാറിനെ വിളിച്ചു. RCM എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു, പഴയതുപോലെ കടം കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ വേണ്ട, ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ തൃശ്ശൂർ വന്നു. 2-3 മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സിസ്റ്റം അനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളിവിടെ പരാജയപ്പെട്ടു പോകും. അങ്ങനെ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ കമ്പനിയുടെ സിസ്റ്റത്തിലായിരിക്കണം. ആ സിസ്റ്റത്തിൽ ഞാൻ പറയുന്ന ആദ്യത്തെ സിസ്റ്റം, ഒരാൾക്കും ഒരു പൈസ കടം കൊടുക്കരുത്. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. RCMലേക്ക് വന്നു. തീരുമാനം ഇതായിരുന്നു, ഒന്നുകിൽ പ്രവർത്തിക്കുക, കാരണം എന്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. ഹരിപ്പാട് വാടക വീടിന്റെ വരാന്തയിൽ 4 റാക്കിലായിരുന്നു അന്നത്തെ RCM ഷോപ്പ് തുടങ്ങുന്നത്. ആ സമയത്ത് RMB എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വന്നു. കുറെ നെറ്റ്വർക്കുകൾ വന്നു. അതിൽ എടുത്തു പറയുന്ന ഒന്നിന്റെ പേരെടുത്ത് പറയാൻ പാടില്ല, എങ്കിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ പ്രസ്ഥാനം വന്നു. തീർച്ചയായിട്ടും ഒരു വീടുകളിലും ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നോ നെറ്റ്വർക്ക് എന്നോ പറഞ്ഞ് കയറി ചെല്ലാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ സുനിസാറ് പറഞ്ഞ പോലെ എന്റെ കയ്യിലിരുന്ന വെള്ളിമുങ്ങയിലെ സാധനങ്ങൾ കയറ്റി വീടുകൾ തോറും കയറി ഇറങ്ങി, ഷോപ്പുകൾ തോറും കയറി ഇറങ്ങി സാധനം കൊടുത്തു. അപ്പൊ കൊടുത്തപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രോഡക്റ്റുകൾ ആർക്ക് കൊടുത്താലും അത് തീർന്നാൽ നമ്മളെ വിളിക്കും. അത് വലിയൊരു
പോസിറ്റീവായിട്ട് ഞാൻ കണ്ടു. പക്ഷെ ആ പോസിറ്റീവ് കാണുമ്പോഴും എന്റെ വീടിനുള്ളിൽ നെഗറ്റീവ് തന്നെയായിരുന്നു. ആ നെഗറ്റീവിനെ കുറിച്ച് ഞാൻ പറയുന്നതിലും നല്ലത് എന്റെ വൈഫ് സുജാത മാഡം പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതിനുശേഷം നമുക്ക് ബാക്കി വീണ്ടും തുടരാം. പ്ലീസ് കം സുജാത മാഡം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന ദൈവത്തിന് ഞാനിത് നൂറ് നന്ദി പറയുന്നു. എന്താന്ന് വെച്ചാൽ ഒരു സമയത്ത് ഞാൻ ദൈവം ഉണ്ടെന്ന് പോലും ഒരു വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. കാരണം ഓരോരോ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മൾ അങ്ങനെയാണ് സങ്കല്പിക്കുന്നത്. കാരണം ഒരുപാട് ദൈവങ്ങളെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ. പക്ഷെ എന്താ പറയുന്നത്, അതിനെല്ലാം ഞാനിപ്പോ നന്ദി പറയാണ് ദൈവത്തിന്. അത്രത്തോളം കഷ്ടപ്പാട് തന്നതുകൊണ്ടായിരിക്കണം ഇപ്പൊ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ എല്ലാ ലീഡേഴ്സിനും, ചാപ്രജിമാരുടെ എല്ലാ ലീഡേഴ്സിനും ഞാൻ ഈ അവസരത്തിൽ നമിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്, തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഒരുപാട് ആർസിന് വരുന്നതിന് മുന്നേ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. എന്തായാലും ഒരു കച്ചിത്തിരിമ്പ് പോലെ നമ്മുടെ ഈ ആർസിയും വന്നു. ആദ്യകാലങ്ങളിൽ പറഞ്ഞ നമുക്ക് സെയിൽ ചെയ്ത് പരാജയപ്പെട്ടു. ആദ്യത്തെ അങ്ങനെ ഒരു ഐ ഡി കട്ടായി പോയി. അതിനുശേഷം രണ്ടാമതൊരു ഐ ഡി ഇട്ട് വേറൊരാളുമായിട്ട് ഷെയർ ചേർന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പോയി. അവിടെയും പരാജയപ്പെട്ടു. കടം പോയി. അങ്ങനെ ഞങ്ങൾ നിർത്തി വെച്ചിട്ട് ഒരുപാട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അതിലൊന്നും രക്ഷപ്പെട്ടില്ല. ലാസ്റ്റ് ഹേമന്ത് സാറിനെ വിളിച്ചു വരുത്തി. എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. താറ് വീണ്ടും നമ്മുടെ വീട്ടിൽ വന്നു സംസാരിക്കുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ലക്ഷങ്ങൾ മുടക്കി ഒന്ന് ഷോപ്പിടാനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനോ ഒന്നും ആ ഒരു അവസരത്തിൽ നമുക്ക് മാർഗമില്ല. അങ്ങനെ 1,00,000 രൂപ വായ്പ എടുത്ത് അല്ലെ പലിശയ്ക്ക് എടുത്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അന്നീ പറഞ്ഞ കണക്ക് വീടിന്റെ വരാന്തയില് ട്രാക്ക് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത് ആക്രിക്കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പെയിന്റ് ചെയ്ത് വെച്ചാണ് 350 ഐറ്റം സാധനങ്ങളാണെന്നുള്ളത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ കണക്ക് വീട്ടിൽ ഇതിനോടൊന്നും ഉൾക്കൊള്ളുന്ന ഒരാളല്ല. കാരണം ഒരുപാട് എണ്ണത്തിൽ പോയി നമുക്ക് അത് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഇതും അതുപോലെ തന്നെ ആണെന്നുള്ളതാണ്. എല്ലാ വീടുകളിലും കൊണ്ട് കൊടുക്കും, കടകളിൽ കൊടുക്കും. ലാസ്റ്റ് തിരിച്ചു വരുമ്പോ എല്ലാം കടവാ പോകുന്നത്. പിന്നെ അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും അറിയത്തില്ല എനിക്ക്. അപ്പൊ നമുക്ക് നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അവിടെ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്രയും കയറുന്നത് ആദ്യമായിട്ട് ചേട്ടന്റെ അക്കൗണ്ടിൽ വരുന്ന വരുമാനം 700 രൂപയാണ്. ഇതുകൊണ്ട് കാണിച്ചിട്ട് ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് വന്ന് പറയും, ആർസിഎമ്മിൽ വരുമാനം കിട്ടി 700 രൂപ. ഇത് കണ്ട് എനിക്ക് സന്തോഷിക്കണോ കരയണോ ഇരിക്കണോ ഒന്നും എനിക്കറിയത്തില്ല. കാരണം അന്നത്തെ ആ ഒരു അവസ്ഥയില്ല. 700 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനും തികയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സാറൊക്കെ പറഞ്ഞ പോലെ വെള്ളിമൂങ്ങ ഞങ്ങളുടെ ഐശ്വര്യമായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ വാദത്തിലുണ്ട് ആ വണ്ടി. ആ വണ്ടി സ്റ്റാൻഡിൽ പോയി കിടന്ന് ഓടിയാൽ ദിവസം ഒരു 500 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ വാക്ക് കേട്ടോണ്ട് പുള്ളിക്കാരൻ അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ജീവിതം അല്ല എന്റെ കുടുംബം എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈശ്വരൻ അതിലോട്ട് നടത്താതെ ഞങ്ങളെ ആർസിഎമ്മിൽ കൈപിടിച്ച് ഓരോ വർഷവും ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നു. അതിലെനിക്ക് എല്ലാവരോടും നന്ദി. എന്റെ ഗ്രേറ്റ് ലീഡർ സുജിത് സാറ്, മൂർത്തി സാറ്, ഹേമന്ത് സാറ്, ഇവരൊക്കെ ഞങ്ങളെ വിളിച്ച് എപ്പോഴും മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. അക്ഷയ്ക്കാണെങ്കിലും വേണ്ട ഗൈഡൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ച് നിന്ന് ഷോപ്പാണേലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് വേണ്ട ആൾക്കാർക്ക് സാധനം എത്തിച്ചു കൊടുക്കുക എല്ലാം ചെയ്തു. അങ്ങനെ പിടിച്ചു കയറി. എന്തായാലും ഈശ്വരൻ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, വീട് തന്നു. അവർക്ക് 2 പേർക്ക് ഓടിക്കാൻ വണ്ടിയില്ലായിരുന്നു, വണ്ടിയായി. എല്ലാ സൗകര്യങ്ങളും ഈശ്വരൻ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ ഒരു എമറാൾഡ് എന്ന് പറയുന്നത് പിന്നെ എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഇത്ര പിടിയെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ ഷോപ്പിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ഈ പിന്നെന്ന് പറഞ്ഞെങ്കിലും ഞാനൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല. കാരണം ഷോപ്പിൽ വരുന്ന കസ്റ്റമറിന് ബില്ലടിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമായിരുന്നു എന്റെ ശ്രദ്ധ. സാറ്, മൂർത്തി സാറ്, ഹേമന്ത് സാറ്, സുധി സാറ് എല്ലാരും കൂടെ രാത്രി ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് എമറാൾഡിന്റെ പിന്നെ ആയിട്ടുണ്ടെന്നുള്ളത് പോലും ഞാൻ അറിയുന്നത്. അത്രയും സന്തോഷം. എനിക്കത് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അത്രയും ഹാപ്പിയായി. ഈ ഒരു പിന്നിന് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു, സ്വപ്നം കണ്ട്, അതെല്ലാം സാധിച്ചു. പക്ഷേ ഈ ആർസിഎമ്മിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. വേറൊന്നും എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷമാണ് എന്റെ മനസ്സ് മൊത്തം. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇത്രയും ദൈവം ഉയർത്തിക്കൊണ്ട് വന്ന് അത് ചിന്തിക്കാനും പറ്റുന്നില്ല. എന്തായാലും ഞങ്ങളെ ഈശ്വരൻ കാത്തു. അപ്പൊ ഇനി മോന സ്റ്റാർപ്പേളാണ്. അവനും അടുത്ത പിന്നിലോട്ട് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ ടീമംഗങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. അപ്പൊ ഇന്നലത്തെ നമ്മുടെ ഷോപ്പിന്റെ വരുമാനം 21 ലക്ഷത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, വളരെ ഹാപ്പിയാണ്. അപ്പൊ എല്ലാവരും ആർസിഎമ്മിൽ ഉറച്ചു നിൽക്കുക. സ്നേഹത്തോടെ സന്തോഷത്തോടെ ടീമിനെ എല്ലാവരെയും ചേർത്ത് പിടിച്ച്
മുന്നേറിയാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള പിന്നുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വരുവാണ്. കാരണം നേരത്തെ ഒന്നും എനിക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ആര് ഷോപ്പിൽ വന്നാലും എനിക്ക് അവരെ ഒന്നും ഉൾക്കൊള്ളാനോ അവരെ സ്നേഹത്തോടെ കാണാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. വേറെ ടീമിലെ ആൾക്കാരൊക്കെ വന്നാൽ ഞാൻ വേറെ രീതിയിലായിരുന്നു അന്നൊക്കെ പ്രതികരിക്കുന്നത്. പക്ഷെ എന്റെ ഷോപ്പിൽ ഇപ്പൊ വരുന്നവരാരും ഒരു കംപ്ലൈന്റും പറയത്തില്ല. അവർക്ക് വേണ്ട എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്തു ആണ് ഞാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ക്ഷമിക്കുക. അപ്പം ജയാർച്ചയും ബാക്കി ശരീർ സാർ പറഞ്ഞായിരിക്കും. കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോ എന്തായാലും അദ്ദേഹം ക്ലോസ് ചെയ്യുന്ന പോലെ സംസാരിച്ചു. ഓക്കെ, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരിക്കലും വീട്ടിൽ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ ആശയം പ്രവർത്തനം വളരെ പുറകോട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10 വർഷം എടുത്തു ഞാനൊരു എമറാൾഡ് ആകാനെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 3 വർഷം കഷ്ടിച്ചു മതി ഒരു സ്റ്റാർ എമറാൾഡ് ആകാനായിട്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അന്നത്തെ RCM അല്ല ഇന്നത്തെ RCM. അന്ന് ഞാൻ വരുമ്പോൾ കടയിൽ വെക്കാൻ 350-ലധികം പ്രൊഡക്റ്റുകളേ ഉള്ളൂ. ഇന്ന് 10,000-ലധികം പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ അന്നത്തെ RCM പോലെയല്ല ഇന്നത്തെ RCM പ്രവർത്തനം. ഇന്ന് ആൾക്കാർ ഇങ്ങോട്ട് തിരക്കി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കടയിൽ വന്ന് ID എടുത്തു പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നാളെ നമ്മളുടെയൊക്കെ വീടിന്റെ മുന്നിൽ ബോർഡ് എഴുതി വെച്ചാൽ മതി നമ്മളുടെ സ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ പിൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ, ഞാൻ എന്റെ വീടിനിട്ടിരിക്കുന്ന പേര് AS ഡയമണ്ട് ഹൗസ് എന്നാണ്. കാരണം അതിന് പ്രചോദനമായതും ഹേമന്ത് സാറാണ്. ഹേമന്ത് സാറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഡയമണ്ട് ഹൗസ്. ഇപ്പോ ഞാൻ അതിനകത്ത് 2 അക്ഷരം കൂടെ ചേർത്ത് വീട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും പേരിന്റെ ആദ്യ അക്ഷരം കൂടെ ചേർത്തിട്ട് ഞാനത് AS ഡയമണ്ട് ഹൗസ് ആക്കി. തീർച്ചയായിട്ടും ആ ഡയമണ്ട് പിന്നിലേക്ക് എന്തായാലും ഞാൻ എത്തുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. ഞാൻ എത്തുമെന്ന് മാത്രമല്ല, എന്റെ കൂടെ ഇന്നുള്ള ആരാണ് ആഗ്രഹവുമായിട്ട് മുന്നോട്ട് വരുന്ന അവരുടെ കൂടെ തീർച്ചയായിട്ടും ഞാനുണ്ടാവും. നമ്മുടെ ടീമിലുള്ള നല്ലൊരു ശതമാനം ആൾക്കാരെയും ഡയമണ്ട് ആക്കും എന്നൊരു തീരുമാനം കൂടെ എനിക്കുണ്ട്. അതിൽ ആരൊക്കെയാണ് അതിന്റെ ഭാഗ്യവാന്മാരെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് പല ആൾക്കാരും പല നെഗറ്റീവും കേട്ട് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാരണങ്ങൾ കൊണ്ട് ഇന്ന് ടീം വിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ വിട്ടു പോകുന്നവരെക്കാൾ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിനിങ്ങിന്റെ ഒരു ശരവർഷം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം RCMൽ നോ പറയാനൊരു ഓപ്ഷൻ ഇല്ല. കുടുംബ ചെലവ് കുറയ്ക്കാം, ആരോഗ്യം സംരക്ഷിക്കാം, അതേപോലെ അഡീഷണൽ ഒരു വരുമാന മാർഗം. ഇത് മൂന്നും വേണ്ടാത്ത ആരും ഇന്ന് എങ്ങുമില്ല. ആരോഗ്യം വേണ്ടാത്ത ആൾക്കാരില്ല, സമ്പത്ത് വേണ്ടാത്ത ആൾക്കാരില്ല. ഇനി അതേപോലെ RCMൽ വന്നാൽ എല്ലാം കിട്ടുമെന്ന് ഞാൻ പറയുമ്പോൾ, ഇനി എന്നെ കഴിഞ്ഞ ദിവസം കോരിത്തരിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു പ്രായമായ ഒരാൾ വന്നിട്ട് എന്റെ കയ്യിൽ കയറി പിടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ആൾ പറയുന്നു, സാറേ എന്നെ ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് എനിക്ക് ആളിനെ മനസ്സിലായില്ല. അപ്പോഴാണ് ആള് പറയുന്നത്, അന്ന് സാറ് ബെഡിലാണ് എന്നെ കാണുന്നത്, അതുകൊണ്ടാണ് എന്നെ മനസ്സിലാകാത്തത്. അന്ന് സാർ വന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ബെഡിൽ കിടന്ന് ഇന്ന് ഈ ലോകത്ത് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഇതുപോലെ 100 ആൾക്കാർക്ക് ആരോഗ്യം പകർന്നു കൊടുക്കാൻ നമ്മളുടെ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ RCM പ്രവർത്തകർക്കും അതിൽ അഭിമാനിക്കാം. ഹോസ്പിറ്റൽ വ്യവസായം ഇത്രയും തഴച്ചു വളരുന്ന സാഹചര്യത്തിൽ പോലും ഒരുപാട് ആൾക്കാരെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട്. 2016-ന്റെ തുടക്കത്തിൽ ഞാൻ RCMൽ വന്നിട്ട് ഇന്ന് 10 വർഷമായി. RCMൽ വന്നതിന് ശേഷം ഞാൻ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ല. ഏകദേശം ഒരു 2 വർഷം എടുത്തു അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ. കാരണം 700 രൂപ വരുമാനം, 720 രൂപയായിരുന്നു എന്റെ ആദ്യത്തെ വരുമാനം. അത് കണ്ട് വീട്ടിൽ നിന്ന് വന്ന നെഗറ്റീവ്, ബാക്കി കുടുംബങ്ങളിൽ നിന്ന്, ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്ന നെഗറ്റീവ് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത സാഹചര്യം വന്നു. RCM എന്ന് പറയുന്ന 3 അക്ഷരം കേട്ട ആൾക്കാരില്ല, RCM പ്രോഡക്റ്റ് ഉപയോഗിച്ച ആൾക്കാരില്ല. ആലപ്പുഴ ജില്ലയിൽ കാര്യമായിട്ട് RCMൽ വരുമാനം മേടിച്ച ഒരാളിനെ കാണിക്കണമെങ്കിൽ എറണാകുളത്ത് നിന്ന് ഹേമന്ത് സാർ വരണം. ഒരു വരുമാനം മേടിച്ച ഒരാളിനെ എനിക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ആ 2.5 വർഷം ഒരു ടീമും ഡെവലപ്പ് ചെയ്തില്ല. ഞാൻ ഫുള്ള് പ്രോഡക്റ്റുമായിട്ട്, അന്ന് പതഞ്ജലി കത്തിക്കയറിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ പതഞ്ജലി ഷോപ്പുകളിൽ അവർക്കില്ലാത്ത പ്രോഡക്റ്റുകൾ വെച്ചു. ഓരോരുത്തരും നിർബന്ധിച്ച് പ്രോഡക്റ്റ് വെച്ച് വീടുകൾ തോറും കയറി ഇറങ്ങി. അങ്ങനെ 2.5 വർഷം. സ്വിസാർ പറഞ്ഞത് ശരിയാണ്. പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ അന്ന് പാടായിരുന്നു. കാരണം അവരെന്തിന് ചേഞ്ച് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് അവര്, പ്രത്യേകിച്ച് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്. അന്ന് വണ്ടി നിറച്ച് സാധനമായിട്ട് ആലപ്പുഴയിൽ നിന്ന്
28 കിലോമീറ്റർ തോണ്ടംകുളങ്ങര എത്തുമ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ 250 രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് വന്ന ദിവസമുണ്ട്. ഇവിടുന്ന് കരുനാഗപ്പള്ളി വരെ പോയിട്ട് വെള്ളിമുങ്ങ ഓടിച്ചു പോയിട്ട് 500 രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് വന്ന ദിവസങ്ങളുണ്ട്. ഒന്നും സെയിൽ ചെയ്യാത്ത ദിവസങ്ങളുമുണ്ട്. പക്ഷെ ഞാനത് ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് പോകുന്നിടത്തുനിന്ന് വീണ്ടും നമ്മളെ വിളിക്കും. അങ്ങനെ പ്രോഡക്റ്റുകൾ 2.5 വർഷക്കാലം ഓരോ ദിവസവും സെയിൽ കൂടി വരും. ഇന്നിപ്പം പല ആൾക്കാർക്കും സെയിൽ എന്ന് പറയുന്നത് വലിയൊരു ബർഡനായിട്ടും ഒരു നാണക്കേടായിട്ടും തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആദ്യത്തെ 7 ദിവസം നിങ്ങൾ സെയിലിന് ഇറങ്ങിയാൽ 8ാമത്തെ ദിവസം നിങ്ങൾക്ക് സെയിലിന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. ഇന്നത്തെ സാഹചര്യത്തിൽ ആ 7 ദിവസമേ ഉണ്ടാവുള്ളൂ ബുദ്ധിമുട്ട്. അന്ന് ഞാൻ ഇറങ്ങി ഒരു മാസം 50,000 പർച്ചേസ് വോളിയം എന്റെ ഐഡിയയില്. അന്ന് ക്രൗൺ ക്ലബും വന്നിട്ടില്ല, ഡയമണ്ട് ക്ലബും വന്നിട്ടില്ല, സ്റ്റാർ ഡയമണ്ട് ക്ലബും വന്നിട്ടില്ല. ഒരു ക്ലബും വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന വ്യക്തിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്റെ ആവശ്യം അതായിരുന്നു. MRPDP ഡിഫറൻസ് മാത്രം നോക്കി അന്ന് ചെയ്തിരുന്നത്. കാരണം ഡെയിലി ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് പൈസ. വണ്ടിയിൽ ഡീസൽ അടിക്കണ പൈസ വേണം, വീട്ടിലെ വാടക കൊടുക്കണ പൈസ വേണം, കറണ്ട് ചാർജ് അടയ്ക്കണ പൈസ വേണം, കുട്ടികൾക്ക് സ്കൂളിലെ ആവശ്യത്തിന് പൈസ വേണം, അപ്പോ വണ്ടിയുടെ CC അടയ്ക്കണ പൈസ വേണം. അപ്പം എല്ലാ ദിവസവും സെയിൽ ചെയ്യാതെ പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇറങ്ങി ഒന്നും നോക്കിയില്ല, മുന്നോട്ടും പുറകോട്ടും ഒന്നും നോക്കിയില്ല, ഇറങ്ങി സെയിൽ ചെയ്തു. ഒരു മാസം 1 ലക്ഷം, 1.25 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം രൂപയുടെ സെയിൽ വരെ മന്ത്ലി ചെയ്ത മാസങ്ങളുണ്ട്. ഇന്ന് എന്റെ ടീമിൽ അതുപോലെ ചെയ്യുന്ന 3 ലക്ഷം രൂപ മന്ത്ലി സെയിൽ ചെയ്യുന്ന ആള് ഇന്ന് എന്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ പഴയ കാലങ്ങളാണ് ഞാൻ ഓർമ്മ വരാറുള്ളത്. 12 മാസം ക്രൗൺ ക്ലബ്ബ് ചെയ്തിട്ട് തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്തു. നിർഭാഗ്യം എന്ന് പറയട്ടെ, നിർഭാഗ്യം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം കൊറോണ ആയതുകൊണ്ട് കമ്പനി ആ പൈസ എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നു. അതുകൊണ്ട് പാസ്പോർട്ട് എന്തായാലും എടുത്തു, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പം അന്ന് ആ സമയത്ത് കട പണിയുന്ന സമയമായിരുന്നു. അതുകൊണ്ട് എന്റെ കട AC ആയി. കാരണം കമ്പനി തന്ന കാശ് കൊണ്ട് AC മേടിച്ചു വെച്ച് ഞാൻ ഷോപ്പില്. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല, എന്റെ ടീമിലെ പ്രോഡക്റ്റ് എടുക്കാൻ വരുന്ന എല്ലാവർക്കും പ്രയോജനപ്പെട്ടു. കാരണം അവിടെ AC ഞാൻ അങ്ങനെ കറണ്ട് ചാർജ് നോക്കി ഓഫ് ചെയ്യാറില്ല. കാരണം അവിടെ വരുന്ന ആൾക്കാർക്കുള്ള സൗകര്യങ്ങളാണ് എന്റെ ഏറ്റവും പ്രധാനം. ഞാൻ തുടങ്ങിയത് വെള്ളിമൂങ്ങയിലാണെങ്കിൽ അന്ന് വാടക വീടിന്റെ വരാന്തയില് സുജാത മേഡം പറഞ്ഞു, റാക്ക് എടുക്കാൻ പൈസ ഇല്ലാതെ 4 റാക്ക് തുരുമ്പെടുത്ത റാക്ക് മേടിച്ച് പെയിന്റ് അടിച്ച് വെച്ചിരുന്ന ആ സാഹചര്യമായിരുന്നു അന്നെങ്കില്. എന്നും സാമ്പത്തിക ദാരിദ്ര്യം ഹെം സാറിനോട് പറയുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈശ്വരൻ സഹായിച്ച്, അല്ലെങ്കിൽ RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ് ഈശ്വരനായിട്ട് ഞാൻ കാണുന്നതെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ നിലവിലില്ല. ഇന്നിപ്പോ ഞാൻ വെർച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുന്നത് എന്റെ വീടാണ്. ആ വീട്ടില് പണ്ട് കാലങ്ങളിൽ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു AC റൂം എടുക്കണമെങ്കിൽ 1400, 1500 രൂപ കൊടുക്കണമെങ്കിൽ ഇന്ന് ഞാൻ എന്റെ വീട്ടില് എന്റെ AC റൂമിൽ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എവിടുന്നാ മാറ്റം വന്നത്? RCM എന്നെ മാറ്റി. എന്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന 5 ബെഡ്റൂമുള്ള ഒരു വീട്, നിങ്ങൾ ഈ കാണുന്ന ആ വെർച്വൽ ബാക്ക്ഗ്രൗണ്ടില് കാണുന്ന വീട് സ്വന്തമാക്കാൻ RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് സാധിക്കില്ലായിരുന്നു. അന്ന് വാടക വീടിന്റെ വരാന്തയില് 4 റാക്കിൽ തുടങ്ങിയ ആ ഷോപ്പ് ഇന്ന് ഒരു 13 ലക്ഷം രൂപയുടെ സ്റ്റോക്കുമായിട്ട് ഇന്ന് AC ഷോപ്പായിട്ട് 500 സ്ക്വയർ ഫീറ്റ് AC ഷോപ്പ് പ്ലസ് 400 സ്ക്വയർ ഫീറ്റ്
മീറ്റിംഗ് ഹാളുമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയ ഷോപ്പാണ് അതെങ്കിൽ ഇന്ന് 72ഓളം ഷോപ്പുകൾ ആലപ്പുഴ ജില്ലയിലുണ്ട്. അപ്പം മാറ്റം ചെറിയ മാറ്റമല്ല. അന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളായിരുന്നു എൻ്റെ യാത്രയെങ്കിൽ ഇന്ന് പണിതുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ അല്ല, പണി തീർന്ന നാഷണൽ ഹൈവേ ആണ് ഇന്ന് RCM. ഓരോ ദിവസവും ഷോപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയുള്ള ആൾക്കാരുടെ, നമ്മുടെ മക്കളുടെ ഭാവി തീർച്ചയായിട്ടും RCMലാണുള്ളത്, അല്ലാതെ വേറെ എങ്ങുമില്ല. ഗവൺമെന്റ് ജോലി രാജിവെച്ചുകൊണ്ടിന്ന് ആൾക്കാർ RCMൽ വന്ന് പ്രവർത്തിക്കുന്നു. ഡിഗ്രി എടുത്ത ആൾക്കാർ വരുന്നു. കാരണം അതിനൊക്കെ പ്രചോദനമാകണമെങ്കിൽ തീർച്ചയായിട്ടും RCM എന്ന പ്രസ്ഥാനത്തെ ഇനിയും ഒരുപാട് ആൾക്കാർ അറിയാനുണ്ട്. ഇന്നും ഞാനിത് പറയുമ്പോഴും ഹരിപ്പാട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴിക്കോട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് RCM പ്രസ്ഥാനം അറിയാവുന്ന ആൾക്കാർ കോഴിക്കോടാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ കോഴിക്കോട് ഇറങ്ങിയാൽ പോലും RCM അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. ഒരു 10 വീട്ടിൽ കയറിയാൽ അതിൽ 2 വീട്ടിൽ RCM അറിയില്ല, RCM പ്രൊഡക്റ്റ് ഉപയോഗിച്ചവരില്ല. ഇവിടെ ഹരിപ്പാടാണെങ്കിൽ പോലും അതാണ് അവസ്ഥ. ഇവിടുന്ന് തെക്കോട്ട് കൊല്ലം മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങും RCM ആയിട്ടില്ല. അപ്പം ഒരു പഞ്ചായത്തിലെങ്കിലും RCM അറിയിക്കാനായിട്ട് എല്ലാ വീടും കയറി ഇറങ്ങി, ഇലക്ഷന് കയറി ഇറങ്ങാനുണ്ടല്ലോ രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും, അതുപോലെ കയറി ഇറങ്ങി RCM അറിയിക്കാനും പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനും തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എമറാൾഡ് ആകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മൾ പഞ്ചായത്തിന്റെ കണക്കെടുക്കുമ്പോഴും മറ്റ് വാർഡുകളുടെ കണക്കെടുക്കുമ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര എമറാൾഡുകളുടെ അവസരമാണ് ഇവിടെ ഉള്ളതെന്ന്. ഇനി ഒരു ജില്ലയില് എത്ര ഡയമണ്ടിനുള്ള അവസരമുണ്ട്, പക്ഷെ ഇത് എത്ര പേർക്ക് അറിയാം? കുറെ അധികം ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്, സ്റ്റാർ ആൻഡ് എബോ ഉള്ള ആൾക്കാർ. അവരിൽ പല ആൾക്കാർ പോലും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നു. പ്രവർത്തനത്തില് RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മനസ്സിലാക്കാതെ പോകുന്നു. പക്ഷെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോളൂ, പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഇന്ന് 6 മാസം 7 മാസം കൊണ്ട് സ്റ്റാറായി മാറുന്നു. RCMന്റെ ബിസിനസ് പ്ലാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ സത്യത്തില് വേൾഡിലൊരു പ്ലാൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മുടെ പ്രൊഫൈല് ഇത്രയും വണ്ടർഫുൾ ആയിട്ട് പ്രൊഫൈല് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വേറെ ഏതൊരു കമ്പനി ഉണ്ട്? ജോലി ചെയ്യുന്നവരാരും സത്യത്തിൽ സമ്പന്നന്മാരാകുന്നില്ല, കുറച്ച് ജോലി ചെയ്യിക്കുന്നവരാ സമ്പന്നന്മാരാകുന്നത്. അത് പറയുമ്പോൾ പോലും ഓരോരുത്തരും അവരവർക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവരുടെ സമയം നമ്മളുടേതാക്കി തീർക്കാൻ, നമ്മൾ 1 രൂപ ശമ്പളം കൊടുക്കാതെ അവരുടെ സമയം നമ്മുടേതാക്കി തീർക്കാൻ പറ്റുന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗ് പോലെ ഇത്രയും സുന്ദരമായ ഒരു പ്രസ്ഥാനം വേറെ ഏതുണ്ട്? ഇന്ന് ഇന്ത്യയിൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന, ഒരാളെയും ചതിക്കാതെ ഒരാളെയും പറ്റിക്കാതെ എല്ലാവർക്കും നന്മ മാത്രം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന വേറെ ഏതൊരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലുണ്ട്? എന്റെ അറിവ് പരിമിതമായിരിക്കാം, പക്ഷെ എന്നാലും എന്റെ അറിവിൽ വേറൊരു പ്രസ്ഥാനമില്ല. തീർച്ചയായിട്ടും എമറാൾഡ് എന്ന് പറയുന്നത് വലിയൊരു പിന്നാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിലേക്ക് എത്താനുള്ള ദൂരവും വളരെ കുറവാണ്. നമ്മളുടെ എല്ലാം ലക്ഷ്യം ഡയമണ്ട് ആയിരിക്കണം. നമ്മുടെ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് അതേപോലെ അനുസരിച്ചാൽ ഏത് പിന്നിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്താം. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ചരിത്രം പഠിക്കുന്ന വ്യക്തികളായി മാറാൻ പാടില്ല, മറിച്ച് ചരിത്രം സൃഷ്ടിക്കുന്ന വ്യക്തികളായി മാറണം. ആലപ്പുഴ ജില്ലയുടെ അമരക്കാരൻ എന്ന് എന്നെ വിശേഷിപ്പിക്കും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആലപ്പുഴ ജില്ലയിൽ ഒന്നുമില്ലായിരുന്ന സമയത്ത് ഇതിൽ വരാൻ എനിക്ക് പറ്റിയത്
അല്ലേ എന്റെ ഭാഗ്യം. ഇനിയും അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രദേശത്ത് അമരക്കാരിൽ നിന്ന് നിങ്ങളെ വിശേഷിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ ഒരു ചരിത്രം നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു നോക്കിയേ, തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ വിജയിക്കും. RCMൽ വിജയിക്കാൻ ഒന്ന് മാത്രം മതി: സത്യസന്ധമായിട്ടൊരു പ്രവർത്തനം. കള്ളം പറയരുത് ആരോടും, കടം കൊടുക്കരുത് ആർക്കും. ഇത് മാത്രം ചെയ്താൽ മതി. ഇന്ന് പല ആൾക്കാരും നമ്മളുടെ കൂടെ വന്നിട്ട് ഇല്ലാതായി പോകുന്നത്, നമ്മുടെ ഡിസ്പ്ലേ വാളുകൾ ഇല്ലാതായി പോകുന്നത്, നമ്മുടെ PUCകൾ ഇല്ലാതായി പോകുന്നത് പലതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ്. കാരണം കടം കൊടുക്കേണ്ട പ്രസ്ഥാനമല്ല. ഞാനും സുജാത മാഡം കൂടെ ഒരു തീരുമാനം എടുത്ത് PUC തുറന്ന സമയത്ത് ഒരാൾക്കും ഒരു പൈസയും കടം കൊടുക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കൗണ്ടറിന്റെ ബാക്കിൽ എഴുതി വെച്ചു: ഇന്ത്യയിൽ കടമില്ലാത്ത ജനതയെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ കടം കൊടുത്തൊരു വ്യക്തിയെ കടക്കാരനാക്കി മാറ്റാൻ പാടില്ല, അത് നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തും. തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. അത് കടം കൊടുത്തുകൊണ്ടും കടം മേടിച്ചിട്ട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ കടം കൊടുത്തുകൊണ്ട് എൻ്റെ ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ഒരു RCM പ്രവർത്തകന് എപ്പോഴും ചെയ്യേണ്ട കാര്യം ഇതാണ്: ഒരിക്കലും ഒരാൾക്കും കടം കൊടുക്കരുത്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തോ, അത് ഒരു കുഴപ്പമില്ല, അത് നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു കളഞ്ഞേക്കുക. കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതെപ്പോഴും നല്ലത് തന്നെയാണ്, കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് അറിഞ്ഞു കൊടുക്കുക. ആർക്കാണ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ആ വ്യക്തിയെ നമ്മൾ നശിപ്പിക്കുകയാണോ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. പല ആൾക്കാർക്കും പലരും പലതും ചെയ്യാറുണ്ട്. പല രീതിയിലും ബില്ലുകൾ അടിച്ചു കൊടുക്കാറുണ്ട്. പ്രോഡക്റ്റുകൾ പലതും 31-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി എന്റെ ഷോപ്പിൽ വിളിച്ചു പറഞ്ഞ ഒരു ബില്ലും അടിക്കരുതെന്ന് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണ്. വിളിച്ചു പറഞ്ഞ എമൗണ്ട് പറഞ്ഞ് പൈസ ഇട്ടാൽ മാത്രമേ അവിടെ ബില്ലടിക്കുള്ളൂ. അല്ലെങ്കിൽ അടുത്ത മാസം 10-ാം തീയതി, 15-ാം തീയതി, 20-ാം തീയതി കഴിഞ്ഞാലും ആ പ്രോഡക്റ്റ് എടുത്ത് മാറ്റി വെച്ചാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇന്ന് പല PUCകളിലും നടക്കുന്ന അതാണ്. കൃത്യമായി ബില്ലടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെയിൽ നടക്കും, ആൾക്കാർ പ്രോഡക്റ്റ് തിരക്കി വരും. പിന്നെ പ്രോഡക്റ്റിന്റെ ലഭ്യതയാണ് പല PUCകളുടെയും പ്രശ്നം. ഇതൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലീഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും PUCകൾ സന്ദർശിച്ചാൽ, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്താൽ, PUCകൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നും ഒരിക്കലും നഷ്ടത്തിൽ പ്രവർത്തിക്കുകയില്ല, ലാഭത്തിൽ മാത്രമേ വരുള്ളൂ. കാരണം ഒരു 5 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കാൻ ഒരു PUCക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇവിടെ ടേൺ ഓവർ വരുന്നതിന്റെ പ്രധാന കാരണം പിന്നെ ആൾക്കാരോടുള്ള പെരുമാറ്റം. സുജാത മാഡം പറഞ്ഞ തന്നെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ടീം നോക്കരുത്. ഇതൊക്കെ PUCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്റെ PUCയില് 14 ലക്ഷത്തോളം ബിസിനസ് വോളിയം വരുന്നത് ആ ഒരൊറ്റ PUCയിൽ നിന്നാണ്. അതിനുള്ള പ്രോഡക്റ്റ് എത്തിക്കാനുള്ള കാര്യങ്ങൾ വരെ ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് എമറാൾഡ് ആകാൻ പറ്റിയത്. പലപ്പോഴും പിന്നെ ഞാൻ സ്റ്റാർ പേളിൽ നിൽക്കുന്ന ആ സമയത്ത് പോലും പലപ്പോഴും പല ആൾക്കാരും എന്നെ കാണുന്നത് ചിലപ്പോൾ ഒരു ചുമട്ടുകാരനായിട്ടായിരിക്കും, ചിലപ്പം വെള്ളിമൂങ്ങ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവർ ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ മീറ്റിംഗ് എടുക്കുന്ന വ്യക്തിയായിട്ടായിരിക്കും, ചിലപ്പോൾ ബോഡി സ്കാൻ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും വിളിക്കുന്ന ഡോക്ടറെ എന്നായിരിക്കും. നമ്മൾ എന്താണോ ചെയ്യുന്ന ആ സമയത്ത് ആ വ്യക്തിയായിട്ട് മാറുന്നു. വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയുടെ ഓണർ അല്ല, നമ്മളൊരു ഡ്രൈവർ മാത്രമാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ചെയ്യുക. എന്ത് കാര്യം ചെയ്യുന്നതും ഒരിക്കലും കഷ്ടപ്പെട്ട് ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഞാൻ ഒരു ജോലിയും കഷ്ടപ്പെട്ട് ചെയ്യാറില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അത് ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെടണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്കും ദോഷം ഉണ്ടാകരുത്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ മകനെ ഞാൻ RCMൽ കൊണ്ടുവന്നു. RCMൽ കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് ആ മകൻ എൻ്റെ കൂടെയുണ്ട്. RCMൽ വന്ന ഫാമിലിയിൽ നിന്ന് തന്നെയാണ് അവൻ വിവാഹം കഴിച്ചത്. ഇന്ന് അവൻ RCMല് എന്നേക്കാൾ നല്ലൊരു ട്രെയിനറാക്കി മാറ്റാൻ
അല്ലെ ട്രെയിനറായി മാറാനായിട്ട് അവന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും RCMൽ വന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇന്ന് കിട്ടിയ സൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എല്ലാം കിട്ടിയെന്ന് പറയാം. ഇതല്ല, RCMലല്ല, വേറെ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപക്ഷെ വേറെ ഏതെങ്കിലും തരത്തിൽ പൈസ ഉണ്ടാക്കാനായിട്ട് പല മാർഗങ്ങളും ഉണ്ട്. ഒരുപക്ഷെ പൈസ ഉണ്ടാകുമായിരിക്കും, പക്ഷെ സമൂഹത്തിലൊരു വില തീർച്ചയായിട്ടും എനിക്ക് കിട്ടില്ലായിരുന്നു, എൻ്റെ മകന് കിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, RCMന്റെ ഒരു ലീഡറായി മാറിയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി ബിസിനസ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരു നല്ല ലീഡറായി മാറുക. അപ്പോൾ സുയിസാറ് പറഞ്ഞു ഫാമിലിയെ ടോട്ടലായിട്ട് നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും രണ്ടു വാക്ക് അക്ഷയ് സാറ് പറയും. അപ്പോൾ അക്ഷയ് സാറിനെ ഞാൻ മൈക്കിന്ന് ഹാൻഡ് ഓവർ ചെയ്യാണ്. പ്ലീസ് കം അക്ഷയ് കുമാർ. എന്തായാലും വളരെ സന്തോഷം. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തില് അറിയാത്ത കുറച്ച് പേരുണ്ടാവും. വേണ്ടി ഇത് പരിചയപ്പെടുത്താം. അക്ഷയ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് ന്യൂ എംബ്രായ്ഡ് അച്ചീവറിന്റെ മകനാണ്. ഉറപ്പായിട്ടും RCM ബിസിനസ്സിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഞങ്ങളുടെ ഒരു ഫാമിലിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടക്കാലഘട്ടത്തിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സീനിയർ മെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് RCM സെറ്റിൽ തുടങ്ങിയത്. 2005 കേരളത്തിലെ ആദ്യത്തെ ഗോഡൌൺ വരുന്നത് ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലാണ്. 2006 വന്നപ്പോഴത്തേക്ക് കമ്പനി ഒരു 32 സെന്റ് സ്ഥലം ചെങ്ങന്നൂർ കല്ലിശ്ശേരി ജംഗ്ഷനിൽ തന്നെ സ്വന്തമായിട്ട് വാങ്ങി ഒരു 3 നില ബിൽഡിംഗ് കെട്ടി അവിടെ സാധനങ്ങൾ വന്ന് ഇറങ്ങിയിട്ടാണ്, അവിടുന്ന് സാധനം കൊണ്ടുപോയിട്ടാണ് കേരളക്കരയിൽ എല്ലാ സ്ഥലങ്ങളിലും ബിസിനസ് വളർത്തിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടാറുണ്ട്. പക്ഷെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ വലിയ കാര്യമായിട്ടുള്ള ബിസിനസ് ഒന്നും കാണുന്നില്ല? കണ്ണൂരും തുടക്ക സമയങ്ങളിൽ കണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് എക്സ്പാൻഡ് ആയി വലിയ നിലയിൽ അച്ചീവേഴ്സും വലിയ വരുമാനം മേടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആലപ്പുഴ സമയത്തോളം വന്ന സ്ഥലത്ത് എന്തുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഒരു ബിസിനസ് ഇല്ല? പക്ഷെ അവിടെ ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ ബ്രാൻഡ് ന്യൂ എംബ്രായ്ഡ് അച്ചീവർ ശൈലേഷ് സാറ് തുടങ്ങി വെച്ച ഒരു ബിസിനസ്, ഉറപ്പായിട്ടും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു വിജയം ഉണ്ടാകാൻ വേണ്ടി എടുത്തൊരു തീരുമാനം ഇന്ന് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും സമ്പത്തും ഒക്കെ എത്താൻ അതിന് കാരണമായി. അപ്പോ അദ്ദേഹം ഇതിലേക്ക് വന്നുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ RCMൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർ അച്ചീവർ ആയിട്ട് മാറാൻ എനിക്ക് സാധിച്ചു. കഴിഞ്ഞൊരു 6 വർഷം മുന്നേ RCM ഒരു കരിയറായിട്ട് ഏറ്റെടുക്കാൻ എനിക്ക് സാധിച്ചു. കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, എവിടെ നിന്ന് തുടങ്ങി ഇന്ന് എവിടെത്തി നിൽക്കുന്നു. പറഞ്ഞ കാര്യം ഒരു 2-3 സ്ലൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പിക്ചറൈസ് ചെയ്യാമെന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുകയാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ജേണി. പഴയ ഫോട്ടോ ഒന്നും എടുത്തു വെക്കാൻ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്ത് മുന്നോട്ട് ചെയ്ത കാര്യങ്ങളല്ല, അതുകൊണ്ട് പഴയ ഫോട്ടോ നമ്മുടെ കയ്യിലില്ല. ഇതാണ് പറഞ്ഞ വെള്ളിമൂങ്ങ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 1,70,000-ത്തിനടുത്ത് കിലോമീറ്റർ എന്തോ കവറായിട്ടുണ്ട്. 80% CCയിൽ ഒരു വെള്ളിമൂങ്ങ ഉള്ളപ്പോൾ തുടങ്ങിയെന്ന് നമ്മൾ പലരും സ്റ്റോറി കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആ അച്ചീവ്മെന്റ് പോസ്റ്റ് വന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ആ വെള്ളിമൂങ്ങയാണ് ഇപ്പോഴും അത് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവിടെ നിന്നാണ് യാത്ര തുടങ്ങിയെങ്കിൽ ഇന്നൊരു 2ഓളം കാർ അദ്ദേഹം ഓൺ ചെയ്യുന്നു. നിങ്ങൾ നേരെ ബാക്കിൽ നോക്കിയാൽ കാണുന്നതാണ് ഞാൻ ജനിച്ചതിന് ശേഷം അമ്മയച്ഛനും പറഞ്ഞ കഥയാണ്, എനിക്കറിയില്ല. എൻ്റെ 13ാമത്തെ വാടക വീടാണ് അത്ര ഈ വീട്. ഈ വീടിന്റെ വരാന്തയിൽ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ ആ ഒരു വരാന്ത ചെറിയൊരു പോർഷൻ കാണാൻ പറ്റും. ആ ഒരു പോർഷനിൽ നിന്നാണ് സത്യത്തില് ആലപ്പുഴ ജില്ലയിൽ ബിസിനസ് തുടങ്ങുന്നത് വേണമെങ്കിൽ പറയാൻ പറ്റും. അവിടെ അമ്മ തുടങ്ങിയ സമയത്ത് പറഞ്ഞു, 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ അടുത്ത് പ്രൊഡക്റ്റ് കടം മേടിച്ച് വെച്ച് തുടങ്ങി. ആ തുടങ്ങാൻ പുതിയൊരു റാക്ക് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അഗ്രിക്കടയിൽ നിന്ന് തുരുമ്പ് പിടിച്ച റാക്ക് കൊണ്ടുവന്ന് പേപ്പർ ഇട്ട് പിടിച്ച് പ്രൈമർ അടിച്ച് അതിൽ പ്രൊഡക്റ്റ് വെച്ച് തുടങ്ങിയ ഒരു ബിസിനസ് ആണ് അറൗണ്ട് 10 വർഷങ്ങൾക്ക് മുന്നേ ആലപ്പുഴ ജില്ലയിൽ RCM പറഞ്ഞത്. ഇതിനു മുന്നേ ആരും ചെയ്തിട്ടില്ല എന്നല്ല, നമ്മൾ അറിയപ്പെടുന്ന രീതിയിൽ ആരും ചെയ്തില്ല. അതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞത്. ഇതാണ് ആ കാണുന്ന ഞാൻ പറഞ്ഞ ആ വരാന്തയിൽ, നമ്മൾ ആ കണ്ട വരാന്തയിൽ ഉള്ള ഒരു 4-5 റാക്കുകളാണ്. ഇടത്തെ സൈഡിൽ ആദ്യത്തെ പിക്ചർ നോക്കിയാൽ 1, 2, സെന്ററിലുള്ള 3ാമത്തെ റാക്ക്, ഏറ്റവും അവസാനം നോക്കിയാൽ 2 റാക്ക്, അങ്ങനെ 5 റാക്ക്. ഈ 5 റാക്കിൽ നിന്നാണ് നിങ്ങൾ ആലോചിക്കുക ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എത്ര സ്റ്റോക്ക് ഇതിൽ, ഈ ഒരു പിക്ചർ കണ്ടിട്ട് എത്ര സ്റ്റോക്ക് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു, ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. ആകെ ഒരു 5 റാക്കിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് അവിടെ വെക്കാൻ പറ്റും? അവിടെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, കൊറോണ സമയത്ത് 17.25 ലക്ഷം രൂപ ടേൺ ഓവർ വരെ ചെയ്ത ഒരു ഷോപ്പാണ്.
അപ്പൊ അത് ഉറപ്പായിട്ടും എടുത്തൊരു കമ്മിറ്റ്മെന്റ് റിസൾട്ട് തന്നെയാണ്. എന്തു വന്നാലും ഇതിലൂടെ വിജയിക്കും എന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനത്തിന്റെ റിസൾട്ട് ആണ്. ആ സമയത്തൊന്നും അമ്മ സപ്പോർട്ടല്ല, അമ്മ ഭയങ്കര നെഗറ്റീവ് ആണ്. എനിക്ക് നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല, എനിക്കത് എന്താണെന്ന് അറിയില്ല. അച്ഛനും അമ്മ എന്ത് ചെയ്തിട്ടുണ്ടോ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആർസി മനസ്സിലാക്കുന്നതായിരുന്നില്ല അവരുടെ കൂടെ നിന്നത്. പക്ഷെ അദ്ദേഹം എടുത്ത തീരുമാനം വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഒരു 720 എന്ന് പറയുന്ന ഒരു വരുമാനം അത് ചെറുതായി കാണാതെ ആ 720 എത്ര വേണമെങ്കിലും വലുതാക്കി മാറ്റാമെന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലായി. അതിന്റെ റിസൾട്ട് ആണ് ഇത് മുന്നോട്ട് പോകാൻ കാരണം. ഇന്ന് ആ ഷോപ്പിൽ ഇന്നത്തെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ ഒരു 1,500 സ്ക്വയർ ഫീറ്റിൽ ഒരു 10-18 ലക്ഷത്തിനൊക്കെ മുകളിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു AC ഷോറൂമായിട്ട് ഇത് മാറി. കഴിഞ്ഞ മാസം ടേൺ ഓവർ ഉണ്ട് 22 ലക്ഷം ടച്ച് ചെയ്തു. അതിന് മുന്നത്തെ മാസം 22 ലക്ഷം ക്രോസ് ചെയ്തു. അതുകൊണ്ട് ആവറേജ് നമുക്ക് പറഞ്ഞാൽ 21 ലക്ഷം അല്ലെങ്കിൽ 22 ലക്ഷം ടേൺ ഓവർ പെർ മന്ത് നടക്കുന്ന ഒരു ഷോപ്പായിട്ട് മാറി. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഈ ഒരു ഷോപ്പ് ഞാൻ പറഞ്ഞു 1,500,000 രൂപ കടം മേടിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ഈ ഒരു ഷോപ്പിൽ 22 ലക്ഷത്തിനടുത്ത് ടേൺ ഓവർ ചെയ്യുമ്പോൾ 22 ലക്ഷം രൂപ ടേൺ ഓവർ ചെയ്താൽ എത്ര കമ്മീഷൻ കിട്ടും? നമുക്കറിയാം പല നോൺ FMCG പ്രൊഡക്റ്റുകൾ കമ്മീഷൻ കൂടുന്നുണ്ട്. എന്നാൽ അതൊന്നും കൂട്ടണ്ട, ആവറേജ് നമുക്കറിയാം ഒരു 9.5%. ഒരു 6 മാസം കൊണ്ട് 25 ലക്ഷത്തിന്റെ ടേൺ ഓവറിലേക്ക് ഒരു ഷോപ്പ് വന്നാൽ ഒരു ആവറേജ് 25 ലക്ഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.5% നോർമലിനെക്കാട്ടി അഡീഷണൽ ഒരു 9% നമുക്ക് കിട്ടുന്നത് കരുതിക്കും. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് ഇൻകം ഈ ഷോപ്പ് ഇന്ന് തരുന്നുണ്ട്. അതിൽ നമുക്ക് ചിലവ് എന്തായാലും ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും, കറണ്ട് ബില്ല് വരും, ബിൽഡിംഗ് റെന്റ് വരും. ഇതെല്ലാം കഴിഞ്ഞാലും എങ്ങനെ പോയാലും ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ ഇന്ന് ഈ ഷോപ്പ് ഇങ്ങോട്ടേക്ക് പേ ചെയ്യുന്നുണ്ട്. 1.5 ലക്ഷം കടം മേടിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ആലോചിക്കുക, എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് 1.5 ലക്ഷം ഇങ്ങോട്ട് തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് മാറാന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യം. കാരണം വീടിന്റെ വരാന്തി തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം. അപ്പൊ പലപ്പോഴും പലരും ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു ബോർഡ് പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഒരു ടേൺ ഓവർ നടക്കും? പക്ഷെ അവിടെ നടക്കുന്ന ടേൺ ഓവർ പറയുമ്പോൾ ആൾക്കാർ ഞെട്ടും. അതിന് കാരണം എന്താണ്? അത് ഉറപ്പായിട്ടും എടുത്തൊരു തീരുമാനത്തിന്റെ റിസൾട്ട് ആണ്. എങ്ങനെയാണോ ഇത് ചെയ്യേണ്ട സിസ്റ്റം ലീഡേഴ്സ് പറഞ്ഞത് ഫോളോ ചെയ്തു, ആൾക്കാരെ മാക്സിമം നമ്മൾ പ്രോസ്പെക്ടിങ് നടത്തി, മാക്സിമം ഹോം മീറ്റിംഗുകൾ ചെയ്തു. അതിലൂടെ നമ്മുടെ സറൗണ്ടിങ്ങിൽ ആ ഉണ്ടായ ഒരു വളർച്ച ലീഡേഴ്സിനെ ഫോം ചെയ്ത് എടുത്തതിന്റെ റിസൾട്ട് തന്നെയാണ് ഈ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി വീടിന്റെ ജസ്റ്റ് ഇതൊരു ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസമുള്ള വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ അതിന്റെ ഇന്റീരിയർ വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോഴത്തെ പിക്ചറല്ല, ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസമാണ്. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-15,000 രൂപയുടെ ചെടിയെങ്കിലും അമ്മ മേടിച്ച് കൂട്ടിയിട്ടുണ്ടാവും, കുറഞ്ഞത് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ. പലപ്പോഴായിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരുപാട് മാറി ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന വീട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, കഴിഞ്ഞ മാസം അച്ഛൻ എംബ്രായ്ഡറി ക്വാളിഫൈ ചെയ്തു. ഒരു എംബ്രായ്ഡറി അച്ചീവർ ആയിട്ട് മാറുമ്പോൾ നമുക്കറിയാം ഒരു മിനിമം 1 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന പൊസിഷനാണ്. ജസ്റ്റ് പ്രോഗ്രാമിൽ കയറുന്നതിന് മുന്നേ അദ്ദേഹത്തിന് അടുത്ത മാസം അല്ലെങ്കിൽ എംബ്രായ്ഡറി കമ്മീഷൻ ഇറങ്ങും വരുന്ന ഒരു ഇൻകം ജസ്റ്റ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നോക്കിയില്ല, ജസ്റ്റ് നൈസ് ആയിട്ടൊന്ന് എത്ര ആവറേജ് വരും എന്നുള്ളത് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് നമ്മുടെ മന്ത്ലി ഇയർലി ബോണസ് ഒന്നും കൂട്ടാതെ തന്നെ ഒരു 1.5 ലക്ഷത്തിനൊക്കെ മുകളിൽ ഒരു ഇൻകം അദ്ദേഹത്തിന് മിനിമം പേ ഔട്ട് ഇറങ്ങാണ്. ഞാൻ മിനിമം പറഞ്ഞത് നിലയൊന്നും അല്ല, നമുക്ക് മന്ത്ലി ഇയർലി കൂടുമ്പോൾ അതിനെക്കാട്ടി കൂടുതൽ വരും. ഒന്ന് ആലോചിക്കുക, ഒരു 10 വർഷം മുന്നേ
ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ഒരു അവസാനത്തെ കച്ചിത്തുരുമ്പായിട്ട് ആർസിമിനെ കണ്ട ഒരു വ്യക്തി ഇതിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു മാസം ഒരു 3 ലക്ഷം രൂപ ഇൻകം മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റി. ഇവിടുത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇതൊന്നുമല്ല, ആ ഒരു തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല, ഒരു പറ്റം ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തി ഒരുപാട് ആൾക്കാരെ വരുമാനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് എത്തി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രൗഡായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തി ഇന്നൊരു തീരുമാനം എടുത്താൽ എത്തിപ്പെടാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ തീരുമാനം സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ് എപ്പോഴും ലീഡേഴ്സ് പറയുന്നത് എനിക്ക് പറയാനുള്ളത്. കാര്യം ഞാൻ ആർസിം തുടങ്ങുന്ന സമയത്ത് എന്താ പറയുക, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ലീഡേഴ്സ് ഒന്നും ഇല്ല, വലിയ വരുമാനം മേടിക്കുന്ന ആൾക്കാരില്ല. ആ ഒരു ടൈമിൽ പലപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ പല വീഡിയോസ് ഒക്കെ കണ്ടൊക്കെയാണ് ഞാൻ കുറച്ച് ഇൻസ്പയർ ആകുന്നത്. കാരണം നമുക്ക് പ്രോഗ്രാമുകൾ വളരെ കുറവ് ആലപ്പുഴ സമയത്തോളം. അങ്ങനെ ഞാൻ ആ സമയത്ത് ഒരു ലേഡിയുടെ സക്സസ് സ്റ്റോറി, വേറെ നെറ്റ്വർക്കിൽ ലേഡിയുടെ സക്സസ് സ്റ്റോറി കണ്ടതാണ്. അവര് ഒരു നെറ്റ്വർക്ക്, ആസിം അല്ല വേറെ നെറ്റ്വർക്കാണ്, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. അവര് സാധാരണ ഒരു വീട്ടമ്മ, എന്താ പറയുക, ചെറിയ ഈ അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്ത് ഒരു ഇൻകം ഉണ്ടാക്കുന്ന ഒരാളാണ്. ആരും അവരുടെ കയ്യിൽ ഒരു നെറ്റ്വർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അപ്പൊ അവരെ സമയത്തോളം അവർ പ്രോഗ്രാമിലൊന്നും പോയിട്ടില്ല. പക്ഷെ അവര് ഈ ഉൽപ്പന്നത്തിന്റെ പ്രോഫിറ്റ് മനസ്സിലാക്കിയപ്പോൾ അവർ മാക്സിമം റീറ്റെയിൽ ചെയ്തു. റീറ്റെയിൽ ചെയ്യാൻ അവർ അങ്ങനെ പോയത് ഷോപ്പറിൽ സാധനം ചുവന്നും ഒക്കെയാണ്, പല വീടാന്തരം പോയിട്ടൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് നാൾക്ക് ശേഷമാണ് അവരെ ഒരു ലീഡർ നിർബന്ധിച്ചൊരു ക്ലാസ്സിൽ കൊണ്ടിരുത്തിയത്. പക്ഷെ ആ നിർബന്ധിച്ച ക്ലാസ്സിൽ കൊണ്ടിരുത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവര് കൊടുത്ത കുറച്ച് ആൾക്കാരിലേക്ക് അവർ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഐഡിയ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഉൽപ്പന്നം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അതിലൂടെ ഒരു വലിയ നെറ്റ്വർക്കർ ആയിട്ടൊരു മാറി. ഞാനിത് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അവര് പിന്നീട് എന്താ പറയുക, അവരൊരു പ്രോഗ്രാം കേൾക്കാൻ 100 കണക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ആയി എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ കേൾക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഉൽപ്പന്നമായിട്ട് സെയിൽ ചെയ്യാൻ പോകുമ്പോഴും കുറ്റപ്പെടുത്താനും നെഗറ്റീവ് ഒക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഇന്നത് ചെയ്യാൻ നിങ്ങൾ റെഡി ആയാൽ നാളെ ഉറപ്പായിട്ടും നിങ്ങളെ കേൾക്കാൻ 100 കണക്കിന് ആൾക്കാർ ഇതേപോലെ കാതോർത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ എംബ്രാനിലെ സക്സസ് സ്റ്റോറി കേൾക്കാൻ ഇന്ന് ആൾക്കാർ വന്ന് ഇവിടെ ഇരിക്കുന്ന പോലെ നിങ്ങളെ കേൾക്കാനും 1000 കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഈ ഷൈലേ സാറിന്റെ അല്ലെങ്കിൽ എംബ്രാൻ അച്ചീവറിന്റെ ആ ഒരു സക്സസ് ജേണി നിങ്ങൾക്ക് ആ തരത്തിലുള്ളൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്താണ്. താങ്ക് യു ജിയാസ്. എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, തീർച്ചയായിട്ടും എല്ലാവരും ഒരു തീരുമാനമെടുക്കണം. കാരണം അവർക്ക് വേണ്ടിയല്ല, അവരുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി. ഞാൻ ഇന്ന് ഇല്ലാതായിപ്പോയാൽ പോലും എനിക്ക് 2 മക്കളാണ്. അതില് അക്ഷയകുമാറിന് ഒരു പിന്നുണ്ട്. രണ്ടാമത്തെ മോന് എൻ്റെ ഒരു പിന്ന് കിട്ടിയാലും എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ 2 പേരുടെ ഭാവി ഇന്ന് സുരക്ഷിതമാണ്. നിങ്ങൾക്ക് ഉള്ള മക്കൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത തലമുറ നിങ്ങളെ ഓർക്കണമെങ്കിൽ, അതിന്റെ അടുത്ത തലമുറ നിങ്ങളെ ഓർക്കണമെങ്കിൽ തീർച്ചയായിട്ടും തലമുറകൾ ഓർക്കുന്ന ഒരു ബിസിനസ്സായിട്ട് തീർച്ചയായിട്ടും മാറും. നിങ്ങൾ എവിടെ നിർത്തുന്നോ അവിടുന്ന് നിങ്ങളുടെ അടുത്ത തലമുറ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറയുന്നു, എൻ്റെ ഈ തലമുറയ്ക്ക് ചിലപ്പോൾ എനിക്കൊരു ബെൻസ് കാറിൽ നടക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുക. പക്ഷെ എൻ്റെ അടുത്ത തലമുറ, അല്ലെ അക്ഷയകുമാറിന്റെ അടുത്ത തലമുറ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ സ്വന്തമായി ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരിക്കും, സ്വന്തം ഹെലികോപ്റ്ററിലായിരിക്കും യാത്ര ചെയ്യുന്നത്. കാരണം അത്രയധികം സാധ്യതയാണ് ഇവിടെ ഉള്ളത്. ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ കുറെ ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ധന്യമാവും. അത് ഗ്യാരണ്ടിയാണ്. ചെറിയൊരു കാര്യമല്ല ഇത്. ചെറുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറണം. കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ വാർണിഷായി പോകും, ഒന്നും അല്ലാതായി പോകും. അപ്പം എന്നെ കേൾക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇന്ന് വരുന്ന ഒരാൾക്ക് പോലും ഒരു 1-2 വർഷം കൊണ്ട് എമറാൾഡോ, സ്റ്റാർ എമറാൾഡോ, റൂബിയോ ഒക്കെയായി നിങ്ങൾക്ക് മാറാൻ പറ്റും. അതിന്റെയൊക്കെ വരുമാനം എത്രയെന്ന് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇനി ഉള്ള സമയങ്ങളിൽ വിളിച്ച് ആൾക്കാരോട് തിരക്ക് എത്രയാണ് വരുമാനം. ആർസിമിലുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ ബിസിനസ് പ്ലാൻ ഒന്ന് പഠിക്കണം. പ്രൊഡക്റ്റ് പഠിക്കാനൊന്നും ഞാൻ പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, വീട്ടിൽ നിത്യവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളല്ലേ. ഒന്ന് ചേഞ്ച് ചെയ്യുക. അതോടൊപ്പം ആർസിമില് നമുക്ക് എത്ര പേരെ അറിയാവോ അത്ര പേരുടെ ആർസിം പറയുക, ഒരു പ്രചരണമായിട്ട് തീർച്ചയായിട്ടും ഏറ്റെടുക്കുക. ഇനിയുള്ള കാലങ്ങളിൽ
ഇതല്ലാതെ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു ഓപ്ഷനും ഇല്ല. അപ്പം എല്ലാവരും ഈ ട്രെയിനിൽ കയറി നിൽക്കുക. ഇത് നമ്മളെ വലിച്ചുകൊണ്ട് അങ്ങ് പൊക്കോളും. ഇത്ര മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. എൻ്റെ ലീഡേഴ്സ് മാത്രമല്ല, ഞാൻ എൻ്റെ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ക്രോസ് ട്രെയിൻ ലീഡേഴ്സും എല്ലാവരും RCMല് എൻ്റെ പിന്നിന് മുകളിലുള്ള അല്ലെങ്കിൽ എന്നേക്കായി അനുഭവ സമ്പത്തുള്ള എല്ലാവരും എൻ്റെ ലീഡേഴ്സ് തന്നെയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, എല്ലാ വ്യക്തികളും തീർച്ചയായിട്ടും അവർ വിജയിക്കണം. അതിന് എൻ്റെ എന്ത് സപ്പോർട്ടാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തരാൻ തയ്യാറാണ്. അപ്പം അവരും വിജയിക്കണം, അവരുടെ ഫാമിലിയും വിജയിക്കണം, എല്ലാവർക്കും സക്സസ് ഉണ്ടാകണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. RCM ഒരു വലിയ കൂട്ടായ്മയാണ്, ഒരു സൈലന്റ് വിപ്ലവമാണ് സത്യത്തിൽ നമ്മൾ ഈ രാഷ്ട്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാകാനായിട്ട് ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരോടൊന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം വിജയിക്കാൻ പറ്റും. എല്ലാവർക്കും സക്സസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. RCM, JRCM. JRCM, അടിപൊളി മെസ്സേജ്. അമൃതയുടെ 2 വാക്കുകൂടെ നമുക്ക് കേൾക്കണ്ടേ? ഇവിടെ ഒത്തിരി ആളുകൾ RCMൽ വരികയും പോവുകയും ചെയ്യുന്നു. പക്ഷേ RCMൽ നിന്നുകൊണ്ട് ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിയ ആളുകൾ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറും, യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്ന് ഈ സെഷനിൽ കുറേ ആളുകളെങ്കിലും ആദ്യമായിട്ട് ശൈലേഷ് സാറിനെ കേൾക്കുന്നവരുണ്ടാകും. കഴിഞ്ഞ 1, 2, 3 വർഷം കൊണ്ട് മാത്രം ശൈലേഷ് സാറിനെ കാണുന്ന ആള് നല്ലൊരു വീട്ടിൽ താമസിക്കുന്ന 2, 3 വണ്ടികളുടെ ഓണർ, നല്ലൊരു അടിപൊളി വണ്ടോളി ക്യുക്കിൻ്റെ ഓണർ ആയ ആളായിട്ടാണ് ശൈലേഷ് സാറിനെയും ഫാമിലിയെയും കാണുന്നത്. പക്ഷേ ഇതിന് മുൻപ് ഇങ്ങനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിങ്ങനെയാക്കി മാറ്റിയത് RCM എന്ന് പറയുന്ന ഈ 3 അക്ഷരമാണെന്നുള്ള ഒരു അത്ഭുതം, റിയൽ വണ്ടർ, അത് നമ്മൾ മനസ്സിലാക്കണം. യെസ്, വെൽക്കം അമൃത. JRCM സാർ, JRCM. ഒരുപാട് സന്തോഷത്തോടൊപ്പം അഭിമാനവും തോന്നുന്നു ഈ ഒരു അവസരത്തില്. അപ്പോ ഇത് ജസ്റ്റ് ഒരു പിൻ മാത്രമല്ല, വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, ഡെഡിക്കേഷൻ ഒക്കെ, അതിന്റെ ഒക്കെ ഒരു റിസൾട്ടാണ് ഈ ഒരു പിൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ജേർണിയില് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറയാണ്. ഒപ്പം ജഗദീശനോട് നന്ദി പറയാണ്. പിന്നെ ഇനിയും ഒരുപാട് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഇതൊരു സോളോ എഫേർട്ടിന്റെ ഫലമല്ല, ഒരു ടീം എഫേർട്ടിന്റെ ഫലമാണ്. അപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. JRCM.